അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം. ഹിജറ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിന് റമളാൻ കഴിഞ്ഞാൽ ഏറെ പവിത്രതയുള്ള മാസങ്ങളിലൊന്നാണ്. ആദ്യത്തെ 10 അതിലേറെ പവിത്രതയും. ഈ മുഹറം 10 മുസ്ലിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചത്. അതിൻ്റെ അനുസ്മരണാർത്ഥമാണ് അന്ന് നമ്മൾ നോമ്പ് നിൽക്കുന്നത്. വിശ്വാസികൾക്ക് നേട്ടം കിട്ടിയതിന് സ്വാഭാവികമായും അള്ളാഹുവിനോട് നന്ദി പറയുന്ന രീതിയാണ് നോമ്പ് നോൽക്കുക എന്നത്. എന്നാൽ മുഹറം 10 സുറുമയിടുക അല്ലെങ്കിൽ മറ്റുള്ള അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക, ഭക്ഷണം വെക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏതാണ് ഇസ്ലാമികമെന്നും ഏതൊക്കെ ചെയ്യരുതാത്ത അനിസ്ലാമികമായ കാര്യങ്ങളെന്നും വന്യരായ പേരോട് ഉസ്താദ് വിശദീകരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഏതായിരുന്നാലും ശരി, അന്ന് ഒരു കോളുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് തൗസിയത്തുൽ ലിയാൽ, അതൊരു സുന്നത്താണ്. വേറെ കുറെ വേണ്ടാത്ത ഏർപ്പാടുകൾ ചിലരൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നവരുണ്ട്, അതിലൊന്നും പെടണ്ട. അന്ന് സൂർമയുടെ സുന്നത്ത്, അങ്ങനെ സുന്നത്തൊന്നുമില്ല. അതൊക്കെ തെറ്റാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അത് ഷിയാക്കളെ തുടർന്നുകൊണ്ടുള്ള ചില പരിപാടികളാണ്. വേറെ ചില പരിപാടികളോ, അന്ന് പ്രത്യേക ഒരു കുളി, അതുപോലെ തന്നെ അന്ന് പ്രത്യേക ഒരു ഡ്രസ്സ് മാറ്റൽ, അങ്ങനൊക്കെ പരിപാടിയോ അതും വേണ്ടെന്നാണ്. കാരണം അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരുപാട് സാദാത്തുക്കളെയും കൊല്ലപ്പെട്ട ഒരു ദിവസമാണ്. ആ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ആഘോഷം നടത്താൻ പാടില്ല. നബി തങ്ങളുടെ കുടുംബത്തോട് എതിർപ്പുള്ള കക്ഷികൾ, നാസിബത്ത് എന്ന് അവർക്ക് പറയാം, ഒരു പുത്തൻവാദിയാണ്. ആ കക്ഷികൾ അത് ആഘോഷിക്കുന്നവരുണ്ട്. ആ ആഘോഷം പോലെ അന്നത്തെ ദിവസം ആഘോഷമാക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിൽ ദുഃഖാചരണം പാടില്ല, ദുഃഖം ആചരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അന്ന് നെഞ്ഞത്ത് കൂത്തുന്നവരും പുറത്തടിക്കുന്നവരും നെഞ്ഞത്തടിക്കുന്നവരും കരയുന്നവരും അതുപോലെ തന്നെ ഘോഷയാത്ര നടത്തുന്നവരൊക്കെ ഉണ്ട്. അത് ഷിയാക്കളാണ്. ആ പരിപാടിയും പാടില്ല. അന്നൊരു ഹൗസയും വിളിക്കുന്ന കക്ഷികൾ, അന്നായിട്ടൊരു ഹൗസയും വിളിക്കണ്ട. അത് ജൂതന്മാർ, ഈ പറഞ്ഞ ഷിയാക്കളെ പരിപാടിയാണ്. നമ്മൾ ഷിയാക്കളല്ല, നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. നമ്മൾക്ക് എന്ത് ചെയ്യണോ, നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങളും നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഇപ്പുറവും ആകാതെ ആ മുൻഗാമികൾ പഠിപ്പിച്ച അതേ റൂട്ടിൽ അങ്ങ് പോകണം. അതാണ് സുന്നത്തി ജമാഅത്ത്. അതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും പോകാൻ പാടില്ല.